നമസ്കാരം. ഇറാന്റെ ബുഷർ ആണവ നിലയത്തിലേക്ക് നടത്തിയ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സംയുക്ത ആക്രമണം വലിയ അപകട ഭീതിയാണ് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ലോകത്തിൽ നിറച്ചിരിക്കുന്നത്. അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അപകടം ഈ മേഖലയിലേക്കുണ്ടായാൽ, ഈ ആണവ നിലയത്തിലേക്കുണ്ടായാൽ തീർച്ചയായിട്ടും അത് ഈ യുദ്ധത്തിൻ്റെ പ്രത്യാഘാതം, ഈ യുദ്ധം അവസാനിക്കുന്നതോടുകൂടി അവസാനിക്കാത്ത ഒരു സാഹചര്യം തന്നെ മേഖലയിൽ ഉണ്ടാകും. അത് അതീവ ഭയാനകമായ ഒരവസ്ഥയിലേക്കായിരിക്കും കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിക്കുക. ഐഎയുടെ ചീഫായിട്ടുള്ള ഡയറക്ടറായിട്ടുള്ള റാഫേൽ മരിയാന ഗ്രോസി പറയുന്നതിനനുസരിച്ച് കാര്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ബുഷർ ആണവ നിലയത്തിന് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത്തരത്തിൽ എന്തെങ്കിലും വലിയ ഒരു അപകടമുണ്ടായാൽ തീർച്ചയായിട്ടും ഒരു കാരണവശാലും ഇത് പിടിച്ചു നിൽക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യം തന്നെ ഉണ്ടാകും. ഇപ്പോൾ അവിടുത്തെ തൊഴിലാളികളെയൊക്കെ നീക്കം ചെയ്തു എന്നും വലിയ ബുദ്ധിമുട്ട്, വലിയ സുരക്ഷിതത്വത്തെ വലിയ രീതിയിലൊന്നും ബാധിച്ചിട്ടില്ല എന്നൊക്കെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇത് ഒരിക്കലും നമുക്ക് ഒരു സ്ഥായിയായ സുരക്ഷയാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം നതാൻസിലേക്ക് ഒരു ആക്രമണം നടത്തി, അതിനുശേഷം ഇപ്പോൾ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സംയുക്ത സൈന്യം ബുഷറിലേക്ക് ഒരു ആക്രമണം നടത്തിയിരിക്കുന്നു. ഇത് എങ്ങനെയാണ് ഈ സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും കഴിയാത്ത ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ട്രംപിനെ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പലതവണ ലോകത്തിൽ അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണ്. കാരണം ആദ്യം ഈ ഹോർമൂസ് ഇടനാഴി തങ്ങളുടെ ആവശ്യമല്ല, ഇത് ഈ ഹോർമൂസ് ഇടനാഴി ഉപയോഗിക്കുന്ന രാജ്യങ്ങളുടെ ആവശ്യമാണ്. തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇറാൻ്റെ ന്യൂക്ലിയർ ആണവായുധം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത്തരത്തിലുള്ള യുറേനിയം സമ്പുഷ്ടീകരണമാണ് പ്രശ്നം എന്ന് ട്രംപ് ആവർത്തിച്ചു പറയുകയും അതോടൊപ്പം തന്നെ ഹോർമൂസ് ഇടനാഴിയുടെ കാര്യത്തിൽ തങ്ങൾ ഇടപെടില്ല എന്ന് പറഞ്ഞ ട്രംപ് അടുത്ത ദിവസം പറയുകയാണ് 48 മണിക്കൂറിനിടയിൽ ഈ ഹോർമൂസ് ഇടനാഴി തുറന്നില്ല എങ്കിൽ വലിയ ശക്തമായ ആക്രമണം നിങ്ങൾക്കെതിരെ നടത്തുമെന്ന് പറഞ്ഞ ട്രംപ് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം പറയുന്നുണ്ടായിരുന്നു, അടുത്ത 5 ദിവസത്തേക്ക് ഇനി ഒരു യുദ്ധവും അവിടെ ഇല്ല, വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത്. എന്നാൽ അതിനും ഒരു വാക്കിന് വില കൊടുക്കാത്ത രീതിയിലാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ആക്രമണം ഒരു ശരിയായ ദിശയിലേക്കല്ല കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്, അതീവ ഭയാനകമായ ഒരു രീതിയിൽ തന്നെയാണ്. അവിടെ ഇത്തരത്തിലുള്ളൊരു ആക്രമണം കൊണ്ട് ചെറിയ തോതിൽ തന്നെ അവിടെ ഒരു വികിരണങ്ങൾ നടന്നു എന്ന് അനൗദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുണ്ട്. എന്തായാലും കാര്യങ്ങൾ ഇനിയും സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്തായാലും ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിൽ ഒരു വലിയ വിഷയം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പിടിച്ചു നിൽക്കുവാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം തന്നെ മേഖലയിൽ സംജാതമാകും എന്ന് ഉറപ്പാണ്. കാരണം ഈ മേഖലയിൽ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അവിടുത്തെ ഈ ആണവ വികിരണത്തോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് ജലസംഭരണികൾ ജലശുദ്ധീകരണം നടത്തി, അതായത് സമുദ്രജലം ശുദ്ധീകരണം നടത്തിയാണ് ഇവർ ഉപയോഗിക്കുന്നത്. ആണവ വികിരണങ്ങൾ നടന്നാൽ തീർച്ചയായിട്ടും അത് ഏറ്റവും അധികം ബാധിക്കുന്നത് സമുദ്രജലത്തെ ആയിരിക്കും. പിന്നീട് ഈ ജലം ഒരു കാരണവശാലും ശുദ്ധീകരിച്ച് ഉപയോഗിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം പോലും ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഒരു കെമിക്കൽ വെപ്പൺ, ഒരു രാസായുധം പ്രയോഗിച്ചതിന് തുല്യമായി മാറും ഈ ആണവ വികിരണം. അവിടുത്തെ മനുഷ്യരെ കുറേ അധികം നാൾ അത് ഒരുപക്ഷെ ശവപ്പറമ്പ് പോലും ആക്കുവാൻ പോലും ശേഷിയുള്ള തരത്തിലുള്ള ആക്രമണമായി മാറും അത് എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് UN ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകിയത്, ഇത്തരത്തിലുള്ളൊരു ആക്രമണം ഒരു കാരണവശാലും ശാശ്വതമല്ല. 2025 ജൂണിൽ ഇസ്രായേൽ ഇറാനെതിരെ ആക്രമണം നടത്തിയപ്പോൾ തന്നെ ട്രംപ് പറഞ്ഞതാണ് അവിടെ നതാൻസിലേക്കും ഇസ്ഫഹാനിലേക്കും ഫോർദോയിലേക്കും ഒക്കെ ആക്രമണം നടത്താൻ. നതാൻസിലേക്ക് ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഇടയിൽ പോലും ആദ്യം ഇസ്രായേൽ ഒരു ആക്രമണം നടത്തി, നതാൻസിലേക്കാണ് ആക്രമണം നടത്തിയത്. ആ നതാൻസ് ആണവ നിലയത്തിലേക്ക് അടുത്ത കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം മറ്റൊരു ആക്രമണം നടത്തിയിരിക്കുന്നു. അത് ബുഷറിലേക്കാണ്. ഇറാനാണ് ഈ ആക്രമണത്തിന് തുടക്കമിട്ടത്. കാരണം ഇറാനാണ് ആദ്യം ദിമോണയിലേക്ക് ഒക്കെ ആക്രമണം നടത്തിയത്. നെഗേവ് ന്യൂക്ലിയർ റിസർച്ച് സെൻറ്റർ, ഇസ്രായേലിൻ്റെ നെഗേവ് ന്യൂക്ലിയർ റിസർച്ച് സെൻറ്ററിലേക്ക് ആദ്യത്തെ ആക്രമണം നടത്തിയത് ഇറാനാണ്. എന്തായാലും ഇറാന് ന്യായീകരിക്കാനായിട്ട് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. എന്തായാലും ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും നമുക്ക് അവിശ്വസനീയമായിട്ടുള്ള, ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിച്ചിരിക്കുന്നത്. റഷ്യയാണ് പ്രധാനമായിട്ടും ഇറാനിലേക്ക് ഇത്തരത്തിലുള്ള ന്യൂക്ലിയർ സപ്ലൈ ചെയ്യുന്നത്. റഷ്യക്ക് തന്നെ അറിയാമായിരുന്നു ഇറാൻ ഇത്തരത്തിലുള്ള യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നെന്ന്. റഷ്യ അത്ര എതിർക്കുവാനൊന്നും തയ്യാറായില്ല. എന്തായാലും കാര്യങ്ങൾ ഈ ഭീതിജനകമായ സാഹചര്യത്തിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.
HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.